Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചി സാറാണ്. നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ചോദ്യം, ഇനി മുതൽ എല്ലാ എക്സാമിനും 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. എന്നാൽ പല കുട്ടികൾക്കും ഏത് രീതിയിലാണ് ഈ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് ഈ ചോദ്യത്തിന് ആൻസർ കൊടുക്കേണ്ടതോ എന്നും കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപാട് ബിൽഡപ്പ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഇനി കുഞ്ഞു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ആദ്യത്തെ വീഡിയോസിൽ ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. എങ്ങനെ? റീഡ് ദി ഫോളോയിങ് പാസേജ് ആൻഡ് പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്. സിമ്പിളാണ് കാര്യം. നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു പാസേജ് തരും. എന്നിട്ട് ആ പാസേജ് വായിച്ചിട്ട് ആ പാസേജിൽ നിന്ന് ആൻസേഴ്സ് കിട്ടുന്ന രീതിയിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് പാസേജും അവർ തരും, ക്വസ്റ്റ്യൻസും അവർ തരും. നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി? ആൻസർ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഐ വുഡ് സേ. ഐ ടെൽ യു വൈ. അതായത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏത് ഭാഷയിലും ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഭാഷയുടെ ക്വാളിറ്റിയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്ത് പഠിക്കുക, ഇത്തരം ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾക്കൊരു പാസേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പാസേജ് മിനിമം 2 തവണയെങ്കിലും വായിക്കണം. ഓക്കെ, റീഡ് ദ പാസേജ് അറ്റ്ലീസ്റ്റ് ട്വൈസ്. എന്തിനാണ്? നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ കാര്യമുള്ളത്, എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആ 1ാമത്തെ അല്ലെങ്കിൽ 2ാമത്തെ വായനയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം, ആ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ, നിങ്ങൾ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ പ്രോപ്പർ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ആദ്യത്തേത് ഇമ്പോർട്ടൻ്റ് ആണ്, 2ാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നോക്കാം. ഞാനൊരു സിമ്പിൾ മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് എടുക്കുന്നു. ഏതാണ് ആദ്യത്തെ സെൻറ്റൻസ്? Neerja, the senior fight purser, played a crucial role in ensuring the safety of the passengers. അപ്പോൾ എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കാം, ഈ സെൻറ്റൻസിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. പ്രിഫറബിളി ഒരു WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, ബട്ട് പ്രിഫറബിളി ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിക്കാം. നീർജ ഒരു സീനിയർ ഫൈറ്റ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെ, ആരായിരുന്നു നീർജ? അല്ലേ, 5 ചോദ്യമാണ് വേണ്ടത്. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തുടങ്ങാം. എന്ത്? ഹൂ വാസ് നീർജ, ഹൂ വാസ് നീർജ. പക്ഷെ അത് വളരെ കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിപ്പോയി. അതിന് കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം. എങ്ങനെ? ഷീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിങ് ദ സേഫ്റ്റി ഓഫ് ദ പാസഞ്ചേഴ്സ്. സോ അവൾ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിൽ വലിയ ഒരു റോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള, പിവറ്റൽ ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിക്കാൻ വേണമെങ്കിൽ, ആരായിരുന്നു നീർജ? അവൾ എന്തു റോളാണ് വഹിച്ചത്? അവൾ എന്ത് റോളാണ് ഈ പറയുന്ന സംഭവത്തിനിടയിൽ, ഈ പറയുന്ന ഫ്ലൈറ്റ് ഹൈജാക്കിനിടയിൽ അവൾ എന്ത് റോളാണ് വഹിച്ചത്? അതെങ്ങനെയാണ് ചോദിക്കാം? നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ട, ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ഫോർമുലയാണ് QASMO എന്ന് പറഞ്ഞാൽ, ഒരു WH ക്വസ്റ്റ്യനിൽ ആദ്യം എന്ത് വേണം? ആദ്യം ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. അത് എന്തു ആവാം, വാട്ടോ, വിച്ചോ, വേറോ, വയ്യോ, വെന്നോ, ഹൗ ലോങ്ങോ, ഹൗ ഫാറോ, ഹൗ മച്ചോ, എന്തു ആവാം. ഇനി അടുത്തത് എന്ത് വേണം? അടുത്തതൊരു ഓക്സിലറി വേർബ് വേണം. ഇങ്ങനെയാണ് നാട്ടുനടപ്പ്. അടുത്തത് ഓക്സിലറി വേർബ് വേണം. അടുത്തത് സബ്ജക്റ്റ് വേണം. അടുത്തത് മെയിൻ വേർബ്. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷെ മെയിൻ വേർബ് വേണം. പിന്നെ ബാക്കി എന്തെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതേഴ്സ്, അതിനാണ് അതേഴ്സ് എന്ന് വിളിക്കുക. സോ ഈ ഫോർമാറ്റിലാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മലയാളത്തിൽ ആ ചോദ്യം എൻ്റെ തലയിൽ വേണം. മലയാളത്തിൽ ആ ചോദ്യം ഞാൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കണം. എന്ത് റോളാണ് അവൾ ഈ സംഭവത്തിനിടയ്ക്ക്, അവൾ ഈ ഇൻസിഡൻറ്റിനിടയ്ക്ക് പ്ലേ ചെയ്തത്? അപ്പോൾ എന്ത് റോൾ? ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? Q ഏതാണ്? വാട്ടാണ്. അതിന് കൂടെ ഞാൻ റോളെന്ന് കൂടെ എഴുതുന്നു, കാരണം അതെനിക്ക് വേറെ എവിടെ എഴുതാൻ പറ്റില്ല. വാട്ട് റോൾ. ഇനി അടുത്ത് എന്താ വേണ്ടത്? ഓക്സിലറി വേർബ് വേണം. സോ ഇവിടെ നോക്കി, നീർജ പ്ലേഡ് എന്നല്ലേ ഉള്ളത്? നീർജ പ്ലേഡ്. സോ അവിടെ ഒരു ഓക്സിലറി വേർബ് ഒളിഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കോൺവെർസേഷൻ കംപ്ലീഷൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. പ്ലേഡ് എന്ന് പറഞ്ഞതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് പ്ലേ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സോ എന്ത് റോളാണ് അവൾ വഹിച്ചത് എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഓക്സിലറി വേർബ് എടുത്ത് ഇവിടെ ഇടണം. എങ്ങനെ?
വാട്ട് റോൾ ഡിഡ്. അടുത്തത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഷീ ആണ്. സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ്. പ്ലേ. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പ്ലേഡ് അതുപോലെ എഴുതാത്തത്? കാരണം ഞാൻ ഡിഡ് ഓൾറെഡി പുറത്തെടുത്തിട്ടുണ്ട്, എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് റോൾ ഡിഡ് ഷീ പ്ലേ ഇൻസിഡൻറ്റിൻ്റെ ഇടയിൽ. അപ്പോൾ എന്താ എഴുതുക? ഡ്യൂറിങ് ദ ഇൻസിഡൻറ്റ്. ഇതൊരു ഗംഭീരമായ ചോദ്യമാണ്. ഇതങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോദ്യമല്ല, ഭയങ്കര രസമുള്ളൊരു ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയി. അടുത്തത് ഓക്കെ, നമ്മൾ മുന്നോട്ട് വായിച്ചു പോകുന്നു. ഇനി എവിടെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ രീതിയിലുള്ള പോസിബിലിറ്റി ഉള്ളത് നോക്കുന്നു. വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറന്നു വരുത് കേട്ടോ. ഷീ മാനേജ്ഡ് ടു ഹൈഡ് ദ പാസ്പോർട്ട് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്. അവൾക്ക് അമേരിക്കൻ പാസഞ്ചേഴ്സിൻ്റെ പാസ്പോർട്ട്സ് ഹൈഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല. അവൾ ആരുടെ പാസ്പോർട്ടാണ് ഹൈഡ് ചെയ്തത്? അമേരിക്കൻ പാസഞ്ചേഴ്സ്. അതിലെന്താ ഒരു അർത്ഥമുള്ളത്? ഇല്ല. മുന്നോട്ട് പോകുന്നു. പ്രിവെൻറ്റിങ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ഐഡൻറ്റിഫൈങ് ദം. അപ്പോൾ ഇത് എന്തിനാണ് ഹൈഡ് ചെയ്തത്? അതായത് ഹൈജാക്കേഴ്സ് ഈ അമേരിക്കൻ പാസഞ്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തടയുന്നതിനാണ്. കാരണം അവരെയാണ്, ഈ പറയുന്ന ഫോറിൻ പാസഞ്ചേഴ്സിനാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്? അവർക്ക് പിടിച്ചു വെക്കേണ്ടത്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് ഹൈഡ് ചെയ്ത് നീർജ. അപ്പോൾ എനിക്കൊരു ചോദ്യം കിട്ടി, എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു. എന്തിനാണ് അമേരിക്കൻ പാസഞ്ചേഴ്സിൻ്റെ പാസ്പോർട്ട് നീർജ ഹൈഡ് ചെയ്തത്? അടിപൊളി ചോദ്യമല്ലേ? ഓക്കെ, അപ്പോൾ എന്തിനാണ് ഹൈഡ് ചെയ്തത്? യെസ്. അപ്പം ഞാൻ നേരെ അടുത്ത പേജിലേക്ക് പോയിട്ട് രണ്ടാമത്തെ ചോദ്യം. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നടത്തുന്ന പ്രോസസ്സാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാക്കാൻ പോണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തിന്? അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് എന്താ? വൈ. ഓക്സിലറി വെർബ്. അതായത് എന്തിനാണ് ഹൈഡ് ചെയ്തത് എന്നാണ്. അപ്പോൾ ചോദ്യം ഒന്നും വായിക്കുക. ഷീ മാനേജ് ടു ഹൈഡ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ഞാൻ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. വൈ ഡിഡ്. സബ്ജക്റ്റ് ഏതാ? സബ്ജക്റ്റ് നീർജയാണ്. വൈ ഡിഡ് നീർജ. അടുത്തത് വേർബാണ്. ഏതാണ് മെയിൻ വേർബ്? വൈ ഡിഡ് നീർജ ഹൈഡ്. ഇനി ബാക്കിയുള്ളത് എന്താ വെച്ചാൽ അത് എഴുതുക. എന്താണ്? ദ പാസ്പോർട്ട്. ആരുടെ? ദ പാസ്പോർട്ട് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്. ഇത് കുറച്ച് രസമുള്ള ചോദ്യമാണ് അല്ലേ? ഇത് കുറച്ചുകൂടെ രസമുള്ള ചോദ്യമാണ്. നമ്മൾ മുന്നോട്ട് പോകുന്നു. നോക്കൂ, അപ്പോൾ നമുക്കതും കിട്ടി. ദിസ് ഹെൽപ്ഡ് സേവ് ലൈവ്സ് ആസ് ദേ വർ ടാർഗറ്റിംഗ് അമേരിക്കൻസ്. അല്ല, അവർ അമേരിക്കൻസിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ പാസ്പോർട്ട് ഒളിപ്പിച്ച് വെച്ചപ്പോൾ അവരുടെ ജീവിതം അത് രക്ഷിച്ചു. അപ്പോൾ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റൻ ഉണ്ടാക്കാം. ഞാൻ മുന്നോട്ട് പോകുന്നു. എനിക്ക് 3 ക്വസ്റ്റൻ കൂടെ വേണം. ആസ് അവേഴ്സ് പാസ്ഡ് ടെൻഷൻ എസ്കലേറ്റഡ്. അല്ലേ, മണിക്കൂറുകൾ മുന്നോട്ട് പോയപ്പോൾ ടെൻഷൻ കൂടി. അപ്പോൾ മണിക്കൂറുകൾ മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യത്തിന് ഒരു രസമില്ല. ദ ഹൈജാക്കേഴ്സ് ബിക്കെയിം ഇൻക്രീസിംഗ്ലി അജിറ്റേറ്റഡ്. അങ്ങനെ സമയം മുന്നോട്ട് പോയപ്പോൾ ഹൈജാക്കേഴ്സ് ഭയങ്കര ഇൻക്രീസിംഗ്ലി അജിറ്റേറ്റഡ് ആയി, ദേഷ്യം വന്നു. ആൻഡ് ദ സിറ്റുവേഷൻ ഗ്രൂ മോർ ആൻഡ് മോർ ഡേഞ്ചറസ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്ത് സമയം മുന്നോട്ട് പോയപ്പോൾ ഹൈജാക്കേഴ്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ മൂന്നാമത് ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. എന്തായിരുന്നു? വാട്ട് വാസ്. അവിടെ തന്നെ ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണ്? വാട്ട് വാസ്. എന്താണ്? വാട്ട് വാസ് ദി റിയാക്ഷൻ ഓഫ് ദി ഹൈജാക്കേഴ്സ്. ആസ് ദി ടൈം പാസ്ഡ്. സമയം മുന്നോട്ട് പോയപ്പോൾ. അപ്പോൾ മൂന്നാമതൊരു ചോദ്യം കൂടെ കിട്ടി. അടുത്തത് മുന്നോട്ട് പോവാണ് ഞാൻ. As hours passed, tension escalated. The hijackers became increasingly agitated, and the situation grew more and more dangerous. Neerja's leadership and quick thinking. നീരജയുടെ ലീഡർഷിപ്പും നീരജയുടെ ക്വിക്ക് തിങ്കിങ്ങും were instrumental in guiding the passengers to escape through emergency exits. So നീരജ പാസഞ്ചേഴ്സിനെ എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യാൻ സഹായിച്ചത്? എമർജൻസി എക്സിസ്റ്റിലൂടെയാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കുന്നത്, എങ്ങനെയാണ് നീർജ പാസഞ്ചേഴ്സിനെ എസ്കേപ്പ് ചെയ്യാൻ സഹായിച്ചത് എന്ന് ചോദിക്കാം. അപ്പം ഞാൻ നാലാമത്തെ ചോദ്യമായിട്ട് എഴുതുന്നു. എങ്ങനെ ഹൗ ഡിഡ്, എങ്ങനെയാണ് സഹായിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡിഡ് നീരജ ഹെൽപ്പ്, അതായത് നീരജ ഹെൽപ്ഡ്,
സിമ്പിളാണ്, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇവിടെ നോക്കൂ, നീരജ ഓക്കെ. സോ നീരജ എന്ത് ചെയ്തു? നീരജ ഇവരെ സഹായിച്ചു. സോ ഈ ഹെൽപ്ഡിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് ഹെൽപ്പ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സോ അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതുക? ഹൗ ഡിഡ്, സബ്ജക്റ്റ് ചെയ്ത് നീരജ, ഹൗ ഡിഡ് നീരജ, മെയിൻ വേർബ് ഹെൽപ്പാണ്, കാരണം ഹെൽപ്പ് നമ്മൾ ഡിഡ് പുറത്തെടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് നീരജ ഹെൽപ്പ് the passengers to escape, the passengers to escape. ഓക്കെ. സോ ഈ രീതിയിൽ നാലാമതൊരു ചോദ്യം കൂടി ഉണ്ടാക്കി. ഇനി ഈ കഴിഞ്ഞു, എൻ്റെ പാസേജ് കഴിഞ്ഞു. ഇനി ചോദ്യം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഇനി എന്ത് ചോദ്യം പ്രിപ്പയർ ചെയ്യാം? നോക്കൂ, ഇവിടെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. നീരജാസ് ലീഡർഷിപ്പ് ആൻഡ് ക്വിക്ക് തിങ്കിങ് വർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഗൈഡിങ്. സോ നീരജയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, മറ്റൊന്നതാണ് പെട്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ എനിക്ക് ചോദിച്ചൂടെ, നീരജയുടെ ഏതൊക്കെ ക്വാളിറ്റീസാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തത്? നീരജയുടെ ഏതൊക്കെ ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചൂടെ? അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? ഏതൊക്കെ ക്വാളിറ്റീസ്? സോ എന്താ ചെയ്യുക? വാട്ട് ക്വാളിറ്റീസ് ഓഫ് നീരജ വാസ് ഹൈലൈറ്റഡ് ആണോ വേർ ഹൈലൈറ്റഡ് ആണോ? ഉറപ്പായിട്ടും വേർ ആണ്, കാരണം ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. സോ അതിൻ്റെ കൂടെ വാസ് പോവില്ല. നീരജ വേർ highlighted in the passage. ഓക്കെ. സോ ഇങ്ങനെ 5 ചോദ്യങ്ങൾ ഞാൻ ഈ പാസേജിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു. എനിക്കറിയാം ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല, ബട്ട് പീപ്പിൾ ഐ വോണ്ട് യു ടു പ്രാക്ടീസ്, പീപ്പിൾ ഐ വോണ്ട് യു ടു ഇൻവെസ്റ്റ് ടൈം. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ കാലിബർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. സോ ഈ വീഡിയോ, ഇത്രയും സമയമെടുത്ത് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. ആൻഡ് വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഈ പാസേജിൽ നിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ചോദ്യം അതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാൻ വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളെ കമൻറ്റ്സ് എഴുതുന്നതിൽ വളരെ ഭയങ്കര ഗംഭീരന്മാരാണ് എന്ന് എനിക്കറിയാം. സോ ഐ എം എക്സ്പെക്ടിങ് യുവർ ഫീഡ്ബാക്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. സോ ടിൽ വി സീ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് നാസിർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ച് സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.